अभी आया नहीं है, अभी जाना है। वो लास्ट राउंड अबाउट हाँ, लास्ट राउंड अबाउट से यू टर्न करना है। उधर राउंड अबाउट मालूम है? हाँ, उधर एक गाड़ी पड़ा है, ये तूफान है ना, इसमें पलटी हुआ है एक ट्रेलर 134 കോടി രൂപയുടെ ധനസഹായം അനുവദിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കടക്കെണിയിലായ എയർ ഇന്ത്യയെ പുനഃസംഘടിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. പുനഃസംഘടനയുടെ ഭാഗമായി 4000 കോടി രൂപ അധിക ഓഹരികൾ സർക്കാർ എയർ ഇന്ത്യയിൽ നിന്ന് വാങ്ങും. അതേസമയം വ്യോമയാന രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം പരിഗണിക്കുന്നത് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ലക്ഷ്യം ഭരണഘടനാപരമായി നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് 25% സംവരണം നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 25% സീറ്റുകൾ മാറ്റിവെക്കണമെന്ന നിയമത്തിലെ വ്യവസ്ഥ ഭരണഘടനയ്ക്കെതിരാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 2002 ഗോത്ര കലാപത്തെ തുടർന്ന് ഗുജറാത്തിലുണ്ടായ വർഗീയ സംഘർഷത്തിൽ ഓത് ഗ്രാമത്തിൽ 23 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 23 പ്രതികളിൽ 18 പേർക്ക് സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. മറ്റ് 5 പേരെ 7 വർഷം തടവിന് ശിക്ഷിച്ചു. കൊലപാതകം, ഗൂഢാലോചന, അനധികൃതമായി സംഘം ചേരൽ, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ആകെ 47 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. 23 പേരെ കോടതി തെളിവില്ലെന്ന കാരണത്താൽ വെറുതെ വിട്ടിരുന്നു. 2002 മാർച്ച് 1-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒഡീഷയിൽ മാവോവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇറ്റാലിയൻ ടൂർ ഓപ്പറേറ്റർ ബോസ്കോ പൗലോയെ വിട്ടയച്ചു. കന്ധമാൽ ജില്ലയിൽ വെച്ച് മാർച്ച് 14-നാണ് ഇദ്ദേഹത്തെയും മറ്റൊരു വിനോദസഞ്ചാരിയെയും മാവോവാദികൾ ബന്ദികളാക്കിയത്. തടവിലുള്ള 7 മാവോവാദികളെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. 5 പേരെ വിട്ടയക്കാൻ സർക്കാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. രക്തരൂഷിത പോരാട്ടത്തിന്റെ പിടിയിലായ സിറിയയിൽ വെടിനിർത്തൽ